വെയിറ്റ് 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 ഇതാ ഒരു മിനിറ്റ് ഇത് എന്തിനാ എല്ലാവരും തള്ളി അങ്ങോട്ട് പോകാൻ പൂജ അവിടെ നിന്ന് പുറത്തായിരിക്കുന്നു പൂജ ആൾക്കാർ ചെയ്തതിന് എൻട്രി കഴിഞ്ഞ ശേഷം ഫൈനൽ 5-ൽ ഉണ്ടാവും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പ്രേക്ഷക നിലയിൽ ഞങ്ങളും എല്ലാവരും പ്രതീക്ഷയാണ്. എങ്ങനെയുണ്ട് ഈ പെട്ടെന്നൊരു പുറത്താവല്ലേ? അത് പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മൾ വിചാരിച്ചില്ലല്ലോ. ഓൾറെഡി ഡിസ്കിന് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു ഇതിൽ പെട്ടെന്ന് ആ ടാസ്ക് എടുത്ത് ചെയ്തതിൻ്റെ ഹെക്ടിക് പരിപാടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ പിന്നെ നമുക്കത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എൻ്റെ ഒരു വിശ്വാസത്തിൽ 2 ആഴ്ച ഞാൻ നന്നായി ഗെയിം കളിച്ചു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് കുറേ പേര് ചോദിച്ചു എങ്ങനെയുണ്ട്, ഹെൽത്ത് എങ്ങനെയുണ്ട്, നമ്മളെല്ലാവരും കൂടെ ഉണ്ട്, സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. പിന്നെ വീണ്ടും നിങ്ങളെ പോലെ വർക്ക് ചെയ്യാൻ തന്നെ ഞാൻ ഇനി വരാൻ പോണത്. എനിക്ക് ഡിസ്കിന് കംപ്ലൈൻറ്റ്. അപ്പോൾ ഡിസ്ക് ബൾജ് ചെയ്തു, നെർവിൽ വന്നിട്ട് ഹിറ്റ് ചെയ്യുന്ന പ്രശ്നമായി. അപ്പോൾ എനിക്ക് കുറേ നേരം നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ സീനുകൾ. ഇപ്പോഴും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അടിപൊളിയായിരുന്നു, അടിപൊളി. നമ്മൾ എൻജോയ് ചെയ്യായിരുന്നു മൊത്തത്തിൽ. പിന്നെ സിബിൻ ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും കൂടെ ഒരു ഫണ്ണായിരുന്നു ഭയങ്കര. ഇല്ല, ഞാനത് ഈ ഇടയിലാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു 5 days ആയിട്ട്. അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അറിയില്ല, ഉള്ള സമയത്തല്ലോ ഞാൻ അവിടെ നിന്ന് അപ്പളേക്ക് ഇറങ്ങിയില്ലേ. പിന്നെ ആൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പം നേരിട്ട് ഇനിയിപ്പോൾ വരുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ നമുക്ക് സംസാരിക്കാം. പൂജ ബിഗ് ബോസിലേക്ക് കയറിയ സമയത്ത് എല്ലാവരും കളികൾ എല്ലാം പറഞ്ഞ് അല്ലെങ്കിൽ കളികൾ മാറി എന്ന് ആൾക്കാർ വെച്ചാൽ ടോപ്പിലേക്ക് പോയി, ടോപ്പ് ഗിയറിലേക്ക് നമ്മുടെ ബിഗ് ബോസ് മാറി എന്ന് നിങ്ങളുടെ വൈൽഡ് കാർഡിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം നിങ്ങൾ പോയതിനു ശേഷം അവിടെ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല. ബാക്കി എന്താ ഉണ്ടായത് മാറ്റം? അതായത് അവരും നല്ല പ്ലേയേഴ്സ്, അവർക്കും ഇപ്പൊ എന്തായാലും ഷോ ഡൗൺ ആയി പോകുന്നൊന്നുമില്ല. അവരും നന്നായി കയറി കളിച്ച് വരികയൊക്കെ ചെയ്യും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ് പ്ലീസ് അതെ 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 അല്ല, എനിക്ക് മൊത്തം എന്റർടൈൻമെന്റ് പിടിക്കണം എന്നായിരുന്നു. കാരണം മൊത്തത്തിൽ അടി ഇടി ബഹളം അല്ലാതെ നമ്മളെല്ലാവരും ഒന്ന് ചിരിപ്പിച്ച് ഫണ്ണാക്കി എന്റർടൈൻ ആക്കി ഒരു ഫൺ ഗെയിം സ്പിരിറ്റോടെ കൊണ്ടുപോകണം എന്നായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞാൻ 2 ആഴ്ച നിന്നേന്നത്. ചിലപ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതെ, അതെല്ലാരും പറയുന്നുണ്ട്. മേ ബി ആയിരിക്കാം, ആവാതിരിക്കാം, പറയാം. ഇത് നമുക്ക് സംഭവിക്കും നമ്മൾ വിചാരിച്ചില്ലല്ലോ. അതൊന്നും എനിക്കൊന്നും പറയാല്ലേ. അങ്ങനെ അത് ഓരോരുത്തരും ഇപ്പോൾ അവിടെ വരുന്നു, ഓരോരുത്തർക്ക് പല ഇഷ്ടങ്ങൾ തോന്നും, പല റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യും. അത് എന്താണ് ഏതാണെന്ന് അവർക്ക് എല്ലാവരും ഉള്ളൂ. നമുക്കത് വിലയിരുത്താൻ നമ്മളാരും അല്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. സത്യം നിൽക്കാൻ പറ്റുന്നില്ല.